ഇപ്പോൾ കൊറോ ഹെൽത്ത് ലീഡ് ട്രെയിനർ ജസീൽ അബൂബക്കർ അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശദമായിട്ട് ചോദിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ജസീൽ അബൂബക്കർ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? അതായത് കമ്പനി പെട്ടെന്ന് ഇതുപോലൊരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും. ഇപ്പൊ നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടായി ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്ന അതേ ഒരു രീതിയിലാണ് കേരളത്തിലെ കോഴിക്കോടും കൊച്ചിയിലുമായി ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 900ഓളം ജീവനക്കാരുടെ അവസ്ഥ. ഇന്നലെ ജൂലൈ 3-ാം തീയതി ഞങ്ങൾ രാവിലെ ഓഫീസിലേക്ക് പോയപ്പോൾ, ഓഫീസിലെത്തിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ ഒരു നിമിഷം മുതൽ ഞങ്ങൾ ജോലിയില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഞങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു വരുമാന മാർഗം ഇന്നത്തോടെ തീരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ നിങ്ങളിപ്പോ ഈ റിപ്പോർട്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ധിക്കാരപരമായ രീതിയിൽ, അതായത് ഞങ്ങൾക്ക് യാതൊരു തരം മുൻകൂർ നോട്ടീസും നൽകാതെ രാവിലെ വന്നപ്പോൾ നിങ്ങളെ സമയം ഇന്നത്തോടെ കഴിഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, നിങ്ങൾക്കുള്ള കോമ്പൻസേഷൻ, അത് കോമ്പൻസേഷൻ അല്ല, 2 മാസത്തെ ശമ്പളം ഞങ്ങൾ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറക്കി വിടുകയാണ് അവർ ചെയ്തത്. ഞങ്ങളുടെ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ ഒടുവിൽ കൊച്ചിയിൽ MLA-യും ലേബർ കമ്മീഷനൊക്കെ ഇടപെട്ടതിന്റെ പേരിൽ അവര് തിങ്കളാഴ്ചത്തേക്ക് അതൊരു ചർച്ചയ്ക്ക് പോലും വെച്ചു. ഓക്കെ, ഇവരുടെ കാര്യങ്ങൾ കേൾക്കണം എന്ന് വെച്ചിട്ട് ഒരു ചർച്ച വെച്ചതിന് ശേഷം, പക്ഷേ ചർച്ചയ്ക്ക് പറഞ്ഞ ആളുകളെ ഇന്നലെ രാത്രി 11 മണിയാകുമ്പോഴത്തും ഞങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ, അതായത് സർക്കാർ ഇടപെട്ട് മരവിപ്പിച്ച ഒരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് കമ്പനി ഞങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ അടുത്ത 2-2.5 മാസത്തേക്കുള്ള ഞങ്ങളുടെ ശമ്പളം മുൻകൂറായി നിക്ഷേപിക്കുകയും ഞങ്ങൾക്ക് മെയിൽ കൺഫർമേഷൻ വരികയും നിങ്ങൾ ഇനി ഈ കമ്പനിയുടെ സ്റ്റാഫ് അല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ കമ്പനി പറയുന്നത് പോലെ, കമ്പനി ഞങ്ങളോട് പറഞ്ഞു വരുന്നത് കമ്പനി നഷ്ടത്തിലാണ്. പക്ഷെ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ കമ്പനി കൂട്ടിച്ചേർക്കുന്നത് കേരളത്തിൽ ഞങ്ങളുടെ ഓപ്പറേഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിൽ എടുത്തു കാണിക്കേണ്ട കാര്യം. കാരണം മറ്റുള്ള ലൊക്കേഷനിൽ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ വരെ ഹൈദരാബാദിലും നോയിഡയിലും ഹയറിംഗ് നടക്കുന്നുണ്ട്. 800-ഉം 1000-ഉം 1500 ആളുകളാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവിടെ വരുന്നത്. ഡെയിലി ബേസിസിൽ അവർ ഏതാണ്ട് ഒരു 200-250 ആളുകളെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ പ്രൊജക്റ്റില്ല, ശമ്പളം കൊടുക്കാൻ കാശില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് കേരളത്തിൽ മാത്രമാണ് നഷ്ടത്തിലേക്ക് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇത്രയും ആളുകളെ പിരിച്ചുവിട്ടപ്പോഴും വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് അവർ റീലൊക്കേഷൻ കൊടുത്തു മറ്റു ലൊക്കേഷനിലേക്ക്. ഈ ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മറ്റു സ്ഥലങ്ങളിൽ നിന്നും, അതായത് കമ്പനിയുടെ കോയമ്പത്തൂര്, ചെന്നൈ, ഹൈദരാബാദ് ലൊക്കേഷനിൽ നിന്നും കമ്പനി ഹയർ ചെയ്യുകയും ഇവിടെ കേരളത്തിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ സപ്പോർട്ടിന് കൊണ്ടുവന്ന ആളുകൾ, അതായത് മറ്റ് കേരളത്തിന് പുറത്തു നിന്നും ലേബർ കോൺട്രാക്ട് ഒപ്പിട്ട് ജോലിയിൽ പ്രവേശിച്ച ആളുകളെ അവര് ഇപ്പോൾ റീറ്റൈൻ ചെയ്തിരിക്കുന്നു, അവർ തിരിച്ചു കൊണ്ടുവരിക്കുന്നത്. കേരളത്തിൽ വെച്ച് അവർ ഹയർ ചെയ്ത മുഴുവൻ ആളുകളെയും ഒരു ദയയുമില്ലാതെ അവർ ഒരു നേരം പുലർന്നപ്പോൾ അവർ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെതിരെ തിങ്കളാഴ്ച ഒരു ചർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അവര് ലേബർ കമ്മീഷണർ തന്നെ അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കമ്പനിയുടെ ഒഫീഷ്യൽസ് അവൈലബിൾ അല്ല, നീട്ടിവെക്കണം, ഞങ്ങൾ തിങ്കളാഴ്ച ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചർച്ച വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും 800 ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്, 800 കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അതിനെന്തായാലും ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ അവർ തന്ന കാശിന്റെ പുറകെ പോകാനോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് ഈ കമ്പനി ഇവിടെ കേരളത്തിൽ നിലനിൽക്കണം, ഞങ്ങൾക്ക് മാന്യമായ മറ്റു ജോലികളിലേക്ക് മാറാനുള്ള അവസരം, സമയം ഞങ്ങൾക്ക് ലഭിക്കണം. 800 ആളുകൾ പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ 900 ആളുകൾ പുറത്തിറങ്ങിയിട്ട് മറ്റ് കമ്പനികളിൽ ജോലിക്ക് പോകുമ്പോൾ അതിനും മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കേരളത്തിലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ നിലവിലില്ല, പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ. അപ്പൊ അതിന് ആളുകൾക്ക് പടിപടിയായി നോക്കാനുള്ള സൗകര്യങ്ങളും അതിനുള്ള അവസരങ്ങളും സമയവും കൊടുക്കണം. അപ്പൊ അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങൾ വെക്കും, ലേബർ കമ്മീഷന് മുന്നിൽ ഞങ്ങൾ വെക്കും. ഇതിന് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പരിഹാരം ലഭിക്കണം. ഇനി താങ്കൾ അടക്കമുള്ളവരുടെ ഇപ്പൊ ഈ ജോലി നഷ്ടപ്പെട്ടവരുടെ മുന്നോട്ടുള്ള ഒരു പ്ലാൻ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിഷേധ പരിപാടികൾ, അങ്ങനെ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? എന്താണ് ഇനി മുന്നോട്ടുള്ള, എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് ശരിക്കും? ക്ഷമിക്കണം, വ്യക്തമായി. അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. പ്രതിഷേധങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ജോലിക്ക് പോയവരാണ്. ഞങ്ങളോട് അവരിങ്ങനെയൊക്കെ പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരം സാധാരണ വരുന്നതുപോലെ ജോലി കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇനി ഞങ്ങൾക്ക് ശനിയും ഞായറും, നോർമലി ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ശനിയും ഞായറും ലീവാണ്, ലാസ്റ്റ് സാറ്റർഡേ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ചയാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടത്. ഞങ്ങൾ തിങ്കളാഴ്ച സാധാ പോലെ ജോലിക്ക് പോകും, ഞങ്ങൾക്ക് അവിടെ പോകണം, ഞങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് ഞങ്ങൾ പോകും. അവരവിടെ കയറാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നത്തെ കാര്യമാണ്.
പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് അവരുടെ അസറ്റുകൾ, അതായത് ഇപ്പൊ കേരളത്തിലെ ഈ 2 ഓഫീസുകളും അവര് ഒരു കോ വർക്കിംഗ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് കോ വർക്കിംഗ് സ്പേസ് ആണ്. അവർ ഇന്നലെയൊക്കെയായിട്ട് ഇന്ന് രാത്രിയൊക്കെയായിട്ട് അവരുടെ അസറ്റുകൾ, ലാപ്ടോപ്പുകൾ, കാര്യങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിയിലൂടെ ഇത് നിർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ജോലിക്ക് ഞങ്ങൾ പോവും, ഞങ്ങൾ അവിടെ ഇരിക്കും. ഞങ്ങൾക്ക് ജോലിക്ക് അവർ ഓഫീസിനകത്തേക്ക് ഞങ്ങളെ പ്രവേശിക്കാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ജോലിക്ക് അവിടെ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു ലേബർ ലോ ഉണ്ട് ഇവിടെ. ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആളുകളാണ് ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഗൈഡ് ചെയ്യേണ്ടത്. കമ്പനി നൽകുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണ് ഈ ഒരു വിഷയത്തില്? കമ്പനി നൽകുന്ന എക്സ്പ്ലനേഷൻ കമ്പനി നഷ്ടത്തിലാണ്. അവർ പറഞ്ഞു വെക്കുന്നത് കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് കേരളത്തിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ്. കേരളത്തിന് പുറത്ത് ഇവർക്ക് 5ഓളം ഓഫീസുകളുണ്ട്. ഇതിലും ആളുകൾ കുറവുള്ളതും കൂടുതലുള്ളതുമായ ലൊക്കേഷൻ അവർക്ക് കേരളത്തിന് പുറത്തുണ്ട്. പക്ഷേ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ, അതും ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെന്റിലാണ് അവരത് ക്ലോസ് ചെയ്തത്. രാവിലെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് 2 ലൊക്കേഷനിലും. അപ്പൊ ഈ കേരളത്തിലെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യുന്നതിന് ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് റീസൺ ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്കിത് ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. എന്നിട്ട് അതേസമയം അവര് ആയിരക്കണക്കിന് ആളുകളെ മറ്റു ലൊക്കേഷനിൽ അവര് ഇന്നലെ ഒന്നും വേണ്ട ഈ ജൂൺ മാസം മുതൽ അവർ ഹയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയുണ്ട്, ഇനി 8th ഓഫ് ജൂലൈ അവർ ഓൾറെഡി നെക്സ്റ്റ് ഹയറിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ലിങ്ക്ഡിൻ, നൗക്കരി പോലുള്ള എല്ലാ മീഡിയകളിലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവര് 8ാം തീയതി ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്, വാക്കിൻ വെച്ചിട്ടുണ്ട്, അല്ലാതെ റെസ്യൂം ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആളുകൾ അവര് ഹയർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾ മനസ്സിലായി കേരളത്തിൽ ഹയർ ചെയ്ത ആളുകളെ കേരളത്തിൽ നിന്ന് ഹയർ ചെയ്ത ആളുകളെ അവര് നീക്കം ചെയ്യുന്നു. അവരുടെ കമ്പനിയുടെ എല്ലാ ഇതിൽ നിന്നും അവർ നീക്കം ചെയ്യുന്നു. അതാണ് ഞങ്ങൾക്ക് അവസാനമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. പണമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഒരു രാത്രി കൊണ്ട് 15 കോടിയോളം രൂപ, ഞങ്ങൾ ഏതാണ്ട് ഒരു കണക്കിൽ ഏറ്റവും മിനിമം നോക്കിക്കഴിഞ്ഞാൽ 15 കോടി രൂപയാണ് ഇന്നലെ ഒരു ദിവസം അവർ ഈ 2 മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞിട്ട് ഇത്രയും 800 പേർക്ക് കൊടുത്തത്. പണമില്ലെന്ന് പറഞ്ഞൊരു കമ്പനി. നേരെ മറിച്ച് അവർ ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് തന്ന് പടിപടിയായിട്ട് ഞങ്ങളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കമ്പനിയാണെന്ന്. അതുപോലും ഇല്ല. അത് ഒരു രാത്രി കൊണ്ട് അവർക്ക് ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം കേരളത്തിലുള്ള ബിസിനസ് അവസാനിപ്പിക്കുക, കേരളത്തിൽ നിന്ന് പിൻവാങ്ങുക, കേരളത്തിലെ ലേബർ ലോസുമായിട്ട്. അതാണ് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്കറിയാം. ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കാരണങ്ങളിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. ഒന്ന്, ഡ്യൂട്ടി ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള ലൊക്കേഷനിൽ ഈവൻ ഇന്ന് പോലും ഞങ്ങൾക്ക് ബാക്കിയുള്ള ലൊക്കേഷനിൽ നിന്ന് കോളുകൾ വന്നു. അവർ പറയാ നിങ്ങളായതുകൊണ്ടാണ് ഇത്രയെങ്കിലും സംസാരിച്ചത്, ഞങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. കാരണം അവിടെ രാവിലെ 9 മണിക്ക് കയറുന്ന ആളുകൾ രാത്രി 9 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്നത്. ഈ രാത്രി 9 മണിക്ക് കഴിഞ്ഞിട്ടും തീരാത്ത ആളുകളെ അടുത്ത ദിവസം 7 മണിക്കാണ് അവർ ഓഫീസിൽ എത്താൻ പറയുന്നത്. കേരളത്തിൽ ഇത് ഞങ്ങളടുത്ത് പറയുമ്പോൾ ഞങ്ങൾ പറയും 8 മണിക്കൂർ എന്നുള്ളത് 9 മണിക്കൂർ വരെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതായത് 9 മണിക്ക് കയറുന്ന അല്ലെങ്കിൽ 8 മണിക്ക് കയറുന്ന ഞങ്ങൾ വൈകിട്ട് 6 മണി വരെ 7 മണി വരെ നിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ രാത്രി 9 മണി വരെ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അവരപ്പോ ഞങ്ങളടുത്ത് പറയും ബാക്കിയുള്ള ലൊക്കേഷനിൽ 9 മണിക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോസിൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് പേര് ലേഡീസ് ആണ്. ഈ രാത്രി 9 മണിക്ക് ശേഷം ജോലി ഇറങ്ങിയിട്ട് അവർ കേരളത്തിലെ റിമോട്ട് ഏരിയയിൽ ഉള്ളോട്ടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീടുകളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളത് വ്യക്തമായിട്ട് പറഞ്ഞു 7 മണിയിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ ഓഫീസിൽ ഇരിക്കില്ല. 7 മണിയാകുമ്പോൾ ഞങ്ങളെ ഇറക്കി വിടണം. ഞങ്ങൾ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്, കുറെ ആളുകൾ 8 മണിക്ക് വരുന്നുണ്ട്, 9 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ 7 മണിയിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരെ അവർ ഒരുപാട് ശ്രമിച്ചു നോക്കി ഞങ്ങളെ പിടിച്ചു നിർത്താൻ. ഒടുവിൽ കൊച്ചിയിലെയും കോഴിക്കോടെയും കുറച്ച് ആളുകൾ അത് ലേബർ കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ലേബർ കമ്മീഷണർ ലേബർ ഓഫീസിന് അവർക്ക് നിർദ്ദേശം കൊടുത്തു 7 കൂടുതൽ നിർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് നിന്നു. എന്നിട്ട് 3 മാസം അവരത് പാലിക്കും. കഴിഞ്ഞ 4 വർഷമായിട്ട് സംഭവിക്കുന്നതാണ്. 3 മാസം അവരത് പാലിക്കും. 4ാമത്തെ മാസം വീണ്ടും അവരതിലേക്ക് തിരിച്ചു വരും. വീണ്ടും ഇതേ പരിപാടികൾ അവർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസം അവർ ജോലി ചെയ്യിക്കും. ആഴ്ചയിൽ ഇപ്പം 14 ദിവസം 13 ദിവസം 14 ദിവസം അടുപ്പിച്ച് ജോലി ചെയ്ത ചരിത്രം ഞങ്ങൾക്കുണ്ട്, ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ. അത് കേരളത്തില്. എന്നിട്ട് അടുത്ത 15ാമത്തെ ദിവസം ജോലി ചെയ്യാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചകളിൽ ആരും വരാതിരുന്നതാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഈ കമ്പനിയുടെ പുറകിലുണ്ട്. എന്നിട്ടും ഞങ്ങൾ കഴിവിന്റെ പരമാവധി നമുക്ക് ജോലി തരുന്ന ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഏരിയകളിൽ നടക്കുന്നത് പോലെ ചൂഷണങ്ങൾ അവർക്ക് കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിലെ ആളുകളെ ഇപ്പോ ഒരു 100 പേരില് ഒരു 10 പേരെ പോലെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചൂഷണത്തിന് വേണ്ടിയിട്ട് ആളുകൾ ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ നിയമങ്ങളെ കാറ്റിൽ പറത്തി നിങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ലാതാവുന്നു. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അവര് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച ഈ സീനിയർ മാനേജർ ലെവലിൽ എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു
കോഴിക്കോടും കൊച്ചിയും മാത്രം വർക്ക് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താ അവരങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അതിന് കാരണം ഇതാണ്, ഞങ്ങളോട് 14 ദിവസം 15 ദിവസം ഒരു വിശ്രമവും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ബ്രേക്ക് തരണം. എന്നിട്ടും അവർ ആവശ്യപ്പെടുന്ന ശനിയാഴ്ചകളിൽ ഞങ്ങൾ പോകാറുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീ ജസീൽ, മറ്റൊരു സംശയം ചോദിക്കട്ടെ. താങ്കളിപ്പോ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികാര നടപടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? അതായത് കമ്പനിക്കെതിരെ 1-2 പേർ കംപ്ലൈന്റ് ചെയ്തു എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അതിന്റെ ബാക്കിയായിട്ട് കമ്പനി എടുത്ത ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇത്രയും പേർക്കെതിരെ 800-900 പേർക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ അതൊരു പ്രതികാര നടപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത് 1-2 പേർക്ക് പേരെയുള്ള പ്രതികാര നടപടിയായിട്ടല്ല, ഇത് കേരളത്തിലെ നിയമത്തിന് നേരെയല്ല, കേരളത്തിലെ തൊഴിൽ നിയമങ്ങൾക്ക് നേരെയുള്ള പ്രതികാരമാണ്. അങ്ങനെയാണ് ഇതിനെ വായിക്കേണ്ടത്. കാരണം 1-2 ആളുകൾ കംപ്ലൈന്റ് ചെയ്തില്ല, കേരളത്തിലെ തൊഴിൽ നിയമങ്ങൾ അവരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്രയും ആളുകൾ ഒരേ സമയം ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു നൂറ്റാണ്ടിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേക്കാണെങ്കിൽ ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഒന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതേ സമയം മറ്റ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയുന്ന ഈ ഒരു സമയത്ത് ഇത്രയും ധൈര്യത്തോടെ കേരളത്തിൽ വന്നിട്ട് 900 ആളുകളുടെ അല്ലെങ്കിൽ 900 കുടുംബങ്ങളുടെ വരുമാന മാർഗം ഒരു മിനിറ്റിനുള്ളിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കണമെങ്കിൽ അവർ ഇവിടുത്തെ നിയമങ്ങളല്ലേ വെല്ലുവിളിക്കുന്നത്? അവര് പ്രതികാരം ചെയ്യുന്നത് ഇവിടുത്തെ നിയമങ്ങളോടല്ലേ, തൊഴിലാളികളോടല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഏതെങ്കിലും ആ ഉദ്യോഗസ്ഥരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയോ അങ്ങനെ ഏതെങ്കിലും ചെയ്തിരുന്നോ? അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ MLA യും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇന്നും തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും അവരുടെ ഒരു ഇത് കണ്ടപ്പോ അഭിമുഖത്തിൽ പറഞ്ഞത് കമ്പനി അവരോട് പറഞ്ഞിരുന്നു, ചെയ്യാന്ന് പറഞ്ഞിരുന്നു, എന്നിട്ടും കമ്പനി അത് ലംഘിച്ചു എന്നാണ്. അതും വളരെ ക്ലിയർ ആണ്. അവരുടെ 2 ഭാഗത്തുനിന്ന് ലേബർ റിപ്പോർട്ട് ഓഫീസിൽ ഞങ്ങളോട് പറഞ്ഞത് കമ്പനി ഈ ഉത്തരവ് മരവിപ്പിക്കുന്നു, ഞങ്ങൾ തിങ്കളാഴ്ച ചർച്ചയ്ക്ക് ശേഷം നമ്മൾ തീരുമാനിക്കുന്നു പറഞ്ഞ കമ്പനി ആ വാക്കും തെറ്റിച്ചിട്ട് അവർ അത് അതായത് നിയമത്തിനോ നിയമ സംവിധാനങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെന്താണോ തീരുമാനിച്ചത് അതുമായിട്ട് കമ്പനി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ തിങ്കളാഴ്ച ലേബർ കമ്മീഷണറുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പറഞ്ഞിട്ട് അതിന് എത്താൻ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാന്ന് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയിലെ ആളുകൾ വന്നിരിക്കില്ല എന്ന്. ഞങ്ങളോട് അവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് മൊത്തം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം അവരൊരു കൺഫർമേഷൻ കൊടുത്തിട്ടില്ല തിങ്കളാഴ്ച വരുന്നതിനെ കുറിച്ച്. പിന്നെ ഇന്നലെ അവർ പറഞ്ഞത് ഓൾറെഡി ഇപ്പൊ ന്യൂസിൽ, ഇന്ന് രാവിലത്തെ ന്യൂസിൽ പല ചാനലിലും കണ്ടു, ഓൾറെഡി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത്, അതായത് അതിനുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ആ എമൗണ്ട് വന്നത് 2 മാസത്തെ ശമ്പളം. ഈ 1 മിനിറ്റിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മന്ത്രിക്ക് കൊടുത്ത വാക്കിന്റെ പേരിൽ ആ 1 മിനിറ്റോ 1 മണിക്കൂറിലോ ഈ ട്രാൻസാക്ഷൻ മൊത്തം അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണിക്കാനുള്ളത് ഞങ്ങൾ ഓൾറെഡി ഇത് ഷെയർ ചെയ്തു, ഓൾറെഡി ഞങ്ങൾ ഈ എമൗണ്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഇത്ര ഇതിന്റെ മുകളിൽ ബാധ്യതയുള്ളൂ. എന്നിട്ട് അവർ ഈ സംസാരത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് അവരെടുത്ത് പറയും ആസ് പെർ ദ ന്യൂ ലേബർ കോഡ്, ആസ് പെർ ദ ന്യൂ ലേബർ കോഡ്. അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ, അതായത് സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് ന്യൂ ലേബർ കോഡ് പ്രകാരം അവർക്ക് ഇങ്ങനെ ചെയ്യാന്നാണ്. അവർ ചെയ്തോട്ടെ. അവരൊരു മനുഷ്യപ്പറ്റി അല്ലെങ്കിൽ കുറച്ച് 1-2 ആളുകളോട് ചെയ്യുന്നത് പോലെയാണോ 900 കുടുംബങ്ങളെ ഒറ്റയടിക്ക് ഇത്രയും വലിയ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്നത്? അവരെന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ഒരാളോട് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തൊഴിൽ നിയമം അത്രയും നിഷ്കർഷിക്കുന്ന ഈ അവസരത്തിൽ അവർ ഈ 900 ആളുകളുടെ എന്ത് ധൈര്യത്തിന്റെ പേരിലാണ്? എന്നിട്ട് ഈ കൊടുത്ത വാക്കുകളൊക്കെ മറന്നുകൊണ്ട് അവർ പറയാം ഞങ്ങൾക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആവാൻ പറ്റില്ല, ഞങ്ങളുടെ ഹയർ ഓഫീഷ്യൽസ് ഇല്ല. അവർ വാക്ക് കൊടുത്തതാണ്. MLA അതിന് വീഡിയോസ് ഒക്കെ ഇപ്പം ഓൺലൈനിലുണ്ട്. ലൈക്ക് MLA ഇരുന്ന് സംസാരിക്കുന്നത്, MLA മന്ത്രിയായിട്ട് സംസാരിക്കുന്ന ഒക്കെ ഉണ്ട്. അപ്പൊ അവർ വാക്ക് കൊടുത്താണ് തിങ്കളാഴ്ച ഞങ്ങൾ ഉണ്ടാവും. ഇപ്പൊ അവർ പറയുന്നത് തിങ്കളാഴ്ച അവരുടെ ആളുകൾ അവൈലബിൾ അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർക്കാർ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദം പോകുന്നുണ്ട്. അവരോട് എത്തിപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിന് എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും തിങ്കളാഴ്ച ഞങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ 4 വർഷം ഈ ഓഫീസുകളിലേക്ക് ഞങ്ങൾ എങ്ങനെ പോയോ അങ്ങനെ തന്നെ തിങ്കളാഴ്ച ഞങ്ങൾ ഓഫീസിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം.